കെ പ്രേംകുമാർ MLA മണ്ണാർക്കാട് ബസ് സ്റ്റാൻഡിനെതിരെ നടത്തിയ പ്രസ്താവനയ്ക്കെതിരെ കോൺഗ്രസ് പ്രതിനിധികളും യൂത്ത് കോൺഗ്രസും. സ്വന്തം മണ്ഡലത്തിലെ പ്രശ്നങ്ങൾ തിരിച്ചറിയണമെന്ന് നേതാക്കൾ. ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് ബസ് സ്റ്റാൻഡിൻ്റെ വികസന മുരടിപ്പും അനാസ്ഥയും തുറന്നുകാട്ടി കെ പ്രേംകുമാർ MLAക്കെതിരെ കോൺഗ്രസ്. മണ്ണാർക്കാട് ബസ് സ്റ്റാൻഡിൻ്റെ ശോചനീയാവസ്ഥയെക്കുറിച്ച് പറയുന്ന MLA ആദ്യം സ്വന്തം മണ്ഡലത്തിലെ പ്രശ്നങ്ങളാണ് തിരിച്ചറിയേണ്ടതെന്ന് പറഞ്ഞാണ് കോൺഗ്രസ് നേതാക്കളും ജനപ്രതിനിധികളും രംഗത്തെത്തിയിരിക്കുന്നത്. കവാടമോ കൃത്യമായ ബോർഡോ പോലുമില്ലാത്ത അവസ്ഥയിലാണ് നിലവിൽ ശ്രീകൃഷ്ണപുരം ബസ് സ്റ്റാൻഡ്. യാത്രക്കാർക്ക് ഇരിക്കാനുള്ള വെയിറ്റിംഗ് ഷെഡുകളെല്ലാം നശിച്ചു പോയിരിക്കുന്നു. ഡിവൈഡറുകൾ കാട് മൂടിക്കിടക്കുന്നു. ശ്രീകൃഷ്ണപുരം സെൻറ് ഡൊമിനിക് സ്കൂളിലേക്ക് വരുന്ന വാഹനങ്ങൾ നിർത്തിയിടുന്ന സ്ഥലമായി ബസ് സ്റ്റാൻഡ് മാറിയിരിക്കുന്നു. രാത്രികാലങ്ങളിൽ ഇവിടം സാമൂഹ്യ വിരുദ്ധരുടെ താവളമായി മാറിയിരിക്കുകയാണ്. ശൗചാലയങ്ങളും ടേക്ക് എ ബ്രേക്കും അടക്കമുള്ള അത്യാവശ്യ സൗകര്യങ്ങളെല്ലാം പൂർണ്ണമായും പ്രവർത്തനരഹിതമാണ്. 3-4 തവണ ബസ് സ്റ്റാൻഡിൻ്റെ ഈ ദുരവസ്ഥയെക്കുറിച്ച് പരാതിപ്പെട്ടിട്ടും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ലെന്ന് ജനപ്രതിനിധികൾ കുറ്റപ്പെടുത്തുന്നു. ഫണ്ടില്ലാത്തതിനാലാണ് പഞ്ചായത്തിന് ഇതിലൊന്നും ചെയ്യാൻ സാധിക്കാത്തത്. അടിയന്തരമായി ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടില്ലെങ്കിൽ ശക്തമായ ബഹുജന പ്രക്ഷോഭവുമായി മുന്നോട്ടു പോകുമെന്ന് ഗ്രാമപഞ്ചായത്ത് മെമ്പറും കർഷക കോൺഗ്രസ് അസംബ്ലി പ്രസിഡന്റുമായ മണികണ്ഠൻ പാലാങ്കുഴി പറഞ്ഞു. ബഹുമാനപ്പെട്ട ഒറ്റപ്പാലം MLA 2016-17 ആസ്തി വികസന ഫണ്ടിൽ നിന്ന് ഇവിടെ ഒരു ടേക്ക് എ ബ്രേക്ക് സ്ഥാപിക്കുകയുണ്ടായി. ആ ടേക്ക് എ ബ്രേക്കിൻ്റെ അവസ്ഥ നിങ്ങൾ നേരിട്ട് കണ്ടതാണ്. അതാണ് ഞാൻ ജനങ്ങളുടെ മുന്നിൽ ഇപ്പോൾ തുറന്നു പറയുന്നത്. കടമ്പഴിപ്പുറം ബസ് സ്റ്റാൻഡിൽ നിരവധി തവണ നിങ്ങൾ തന്നെ വാർത്ത കൊടുത്തിട്ടുള്ളതാണ്. ശ്രീകൃഷ്ണപുരം പഞ്ചായത്ത് ബസ് സ്റ്റാൻഡും നിങ്ങൾ വാർത്ത കൊടുത്തിട്ടുള്ളതാണ്. ഇത് ഇപ്പോഴത്തെ അവസ്ഥ സാമൂഹ്യ വിരുദ്ധരുടെ അഴിഞ്ഞാട്ട താവളമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ ശ്രീകൃഷ്ണപുരത്ത് വരുന്ന നിരവധി ആളുകൾ കടകളിലായിക്കോട്ടെ ഓഫീസുകളിലായിക്കോട്ടെ സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ ഇവിടെ എല്ലാം ജോലി ചെയ്യുന്നത്. ആ സ്ത്രീകൾക്ക് പ്രാഥമിക കാര്യങ്ങൾ നിർവഹിക്കുന്നതിന് വേണ്ടി ആണ് ഈ പറയുന്ന ടേക്ക് എ ബ്രേക്ക് സ്ഥാപിച്ചിട്ടുള്ളത്. അതുപോലെ ബസ് സ്റ്റാൻഡിൽ വരുന്ന അമ്മമാർക്ക് മുലയൂട്ടുന്നതിന് വേണ്ടിയിട്ടും ഇവിടെ ഒരു സാഹചര്യം ഒരുക്കിയിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും ഇന്ന് പ്രാവർത്തികമാവുന്നില്ല. അടിയന്തരമായിട്ട് ഇതിനൊരു പരിഹാരം കണ്ടില്ലെങ്കിൽ നിങ്ങൾക്കെതിരെ ശക്തമായിട്ടുള്ള സമരപരിപാടികളുമായിട്ട് ഞങ്ങൾ പോവും. ഒരു തർക്കമില്ല. ശ്രീകൃഷ്ണപുരം പഞ്ചായത്തിൻ്റെ ഭാഗത്തും പഞ്ചായത്തിൻ്റെ ശ്രദ്ധയിലും കഴിഞ്ഞ ബോർഡ് മീറ്റിങ്ങിലെല്ലാം ഞങ്ങളിത് കൊണ്ടുവന്നിട്ടുണ്ട്. പഞ്ചായത്തിൻ്റെ പരിധിയിൽ നിൽക്കുന്നതല്ല, അതിന് വേണ്ടിയുള്ള ഫണ്ടില്ല എന്നുള്ളതുകൊണ്ടാണ് പഞ്ചായത്ത് പറയുന്നത്. അതുകൊണ്ട് ഒറ്റപ്പാലം MLA അദ്ദേഹത്തിൻ്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് ഇതിൻ്റെ ശോച്യാവസ്ഥ പരിഹരിച്ച് ഇതിനൊരു പരിഹാരം കാണണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ശ്രീകൃഷ്ണപുരം പഞ്ചായത്തിലെ ബസ് സ്റ്റാൻഡും അതിലെ സൗകര്യങ്ങളും ജനങ്ങൾക്കായി തുറന്നു കൊടുക്കാത്തത് എന്തെന്നതിന് ഉത്തരം നൽകണം. കടമ്പഴിപ്പുറം ഗ്രാമപഞ്ചായത്ത് ബസ് സ്റ്റാൻഡുമായി ബന്ധപ്പെട്ട് വലിയ അഴിമതിയാണ് നടന്നതെന്നും എത്രയും പെട്ടെന്ന് ഈ ബസ് സ്റ്റാൻഡുകൾ നവീകരിച്ച് തുറന്നു നൽകിയില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ ശക്തമായ പ്രതിഷേധ പരിപാടികളുമായി തെരുവിലിറങ്ങും എന്നും യൂത്ത് കോൺഗ്രസ് അസംബ്ലി പ്രസിഡന്റ് വിനോജ് രാമൻ പറഞ്ഞു. എന്തുകൊണ്ട് ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിലെ ബസ് സ്റ്റാൻഡ് ജനങ്ങൾക്ക് തുറന്നു കൊടുക്കുന്നില്ല? അതിനുള്ള അവസ്ഥ നിങ്ങൾ കണ്ടതാ. അവിടെ വെള്ളമില്ല, മറ്റുള്ള സൗകര്യങ്ങളില്ല. ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് എന്ന് പറയുന്നത് വലിയൊരു പ്രദേശമാണ്. ബാങ്കുകൾ, ട്രഷറികൾ, അങ്ങനെ പല ഗവൺമെൻറ് സ്ഥാപനങ്ങൾ ശ്രീകൃഷ്ണപുരത്ത് കിടക്കുന്നുണ്ട്. കുറേ സ്ത്രീകളാണ് ഇവിടെ വരുന്നത്. സ്ത്രീകൾക്ക് വേണ്ടി ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് ഒരു ടോയ്ലറ്റ് പോലും സ്ഥാപിച്ചിട്ടില്ല. അതിനാണ് നമ്മളൊരു പുറത്ത് ഗ്രാമപഞ്ചായത്തിൻ്റെ ബസ് സ്റ്റാൻഡിൽ ഒരു ബാത്റൂം വന്നിട്ടുള്ളത്. അത് നാളിതുവരെ തുറന്നു കൊടുത്തിട്ടില്ല. ശ്രീകൃഷ്ണപുരത്തും അതുപോലെ തന്നെ കടമ്പഴിപ്പുറത്തും അതുപോലെ തന്നെ ഒറ്റപ്പാലം ടൗണിലും ഇതാണ് അവസ്ഥ. എന്താ അവസ്ഥ? കടമ്പഴിപ്പുറത്ത് വലിയ അഴിമതിയാണ് CPM അവിടെ കാണിച്ചു കൂട്ടിയിട്ടുള്ളത്. അവിടെ തുടങ്ങുമ്പോൾ 9 ബാത്റൂമുകൾ ഉണ്ടായിരുന്നു. ആ ബസ് സ്റ്റാൻഡിന് വേണ്ടി. പിന്നെ 2 കട റൂമുകൾ. അതിപ്പോൾ ആരുടെ കയ്യിലാ? CPMൻ്റെ കയ്യിലാ. CPM എന്ന് പറയുന്നത് പ്രമുഖരായ ആളുകളുടെ കയ്യിലാ, പ്രവർത്തകരുടെ കയ്യിലല്ല. പ്രമുഖരായ നേതാക്കന്മാരുടെ കയ്യിലാണ് ഇപ്പോഴത്തെ അവിടുത്തെ കട റൂമുകൾ. ഇതിൽ വലിയ അഴിമതിയാണ് CPM കാണിക്കുന്നത്. ഇതിന് ഒത്താശ കൊടുക്കുന്നത് സ്ഥലം MLA ആണ്. ഇത് ഇവിടുത്തെ ജനങ്ങൾ കണ്ടാൽ അറിയാം ഇവിടുത്തെ അവസ്ഥ എന്താണെന്ന്. അതിന് പരിഹാരം കാണണമെന്ന് മാത്രമാണ്. അല്ലാത്ത പക്ഷം ശക്തമായ സമര പരിപാടികളുമായി മുന്നോട്ട് പോകും എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ബസ്സുകളൊന്നല്ല കയറുന്നത്. ഇപ്പോൾ ഇവിടുത്തെ ഡൊമിനിക്കിലേക്ക് വരുന്ന ബസ്സുകളാണ് ഇപ്പോൾ ഇവിടെ കയറ്റുന്നത്. ഇത് സാധാരണക്കാരന് ഉപകാരമായ ഒരു നടപടി ചെയ്യണം. ഞാനൊരു കാര്യവും കൂടി പറയാം. ഇവിടെ പെരുമാങ്ങോട് ചന്ത ഉണ്ടായിരുന്നു ഒരു കാലത്ത്, ഇവിടുത്തെ കൃഷിക്കാരുടെ സ്ഥാനങ്ങൾ വിൽക്കാനുള്ളത്. എനിക്ക് ഒരു കാര്യം പഞ്ചായത്ത് പ്രസിഡന്റിനോട് പറയാനുള്ളത്, ഇത്രയും സ്ഥലം കിടക്കുന്നുണ്ടല്ലോ, അതിലൊരു ഭാഗം ഒരു ദിവസം ചന്തയ്ക്കായി മാറ്റി വെക്കണം എന്നാണ് യൂത്ത് കോൺഗ്രസിന് പറയാനുള്ളത്. പേരുകേട്ട പെരുമാങ്ങോട് ചന്ത ബസ് സ്റ്റാൻഡിലെ ഒരു ഭാഗത്തേക്ക് മാറ്റി കച്ചവടങ്ങൾ നടത്തുന്നതിനായി വിട്ടു നൽകണമെന്നും ഇങ്ങനെ ചന്ത നടത്തുന്നതിനായി വിട്ടു നൽകുകയാണെങ്കിൽ ബസ് സ്റ്റാൻഡ് സജീവമാകുമെന്നും നേതാക്കൾ പറഞ്ഞു.